കേരള പോലീസിലെ രണ്ട് ലേഡി സബ് ഇൻസ്പെക്ടർ അവർ സീനിയർ IPS ഓഫീസർക്കെതിരായിട്ട് ലൈംഗിക ചുമയുള്ള മെസ്സേജ് അയച്ചു എന്ന് പറഞ്ഞ് പരാതി. കഴിഞ്ഞ കുറെ ആഴ്ചകൾക്ക് മുമ്പാണ് ഈ പരാതി DIG അജിത ബീഗത്തിന്റെ വീട്ടിലാണ് കൊടുത്തിരിക്കുന്നത്. അവര് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് DGPക്കാണ് നേരിട്ട് കൊടുത്തതെന്ന് അറിയില്ല. എങ്കിലും സ്ത്രീകളെയും കുട്ടികളുടെയും കേസുകൾ അന്വേഷിക്കുന്ന DIG അജിത ബീഗത്തിനാണ് അന്വേഷണം നടത്താൻ DGP ഡയറക്ഷൻ കൊടുത്തത്. അജിത ബീഗം രണ്ടുപേരുടെ സ്റ്റേറ്റ്മെന്റ് എടുത്തു. ഡയറക്ട്ലി റിക്രൂട്ടഡ് ആണ് ഈ രണ്ട് ലേഡി സബ് ഇൻസ്പെക്ടർമാര്. അവർ പ്രൊമോട്ട് ചെയ്ത് വന്നവരല്ല. കാരണം പുരുഷന്മാരെ റിക്രൂട്ട് ചെയ്യുന്ന പോലെ തന്നെ സ്ത്രീകളെ ഇപ്പം പോലീസില് ലോക്കൽ പോലീസിലേക്ക് ഡയറക്റ്റ് ആയിട്ട് റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. നല്ല വിദ്യാഭ്യാസമുള്ള പെൺകുട്ടികളാണ്. അത് IAS IPS ഒക്കെ എഴുതി കിട്ടാതെ വരുമ്പോൾ അവര് ലോക്കൽ സബ് ഇൻസ്പെക്ടറിലേക്ക് പോകും. അങ്ങനെ ജോലി ലഭിച്ച വളരെയധികം പെൺകുട്ടികൾ കേരള പോലീസിലുണ്ട്. അവർക്ക് നല്ല അന്തസ്സുള്ളതും പഠിപ്പുള്ളതും വിവേകമുള്ളതും ഉള്ള പെൺകുട്ടികളാണ്. പല പോലീസ് സ്റ്റേഷനിലെ ചാർജ് ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നടത്തുന്ന പെൺകുട്ടികളാണ്. അവർ രണ്ടുപേര് ഒരു സീനിയർ IPS ഓഫീസർ അവരോട് മോശമായ രീതിയിൽ ചില മെസ്സേജ് അവർക്ക് അയച്ചു. അതിനെതിരായിട്ടാണ് അവരിപ്പം പരാതി കൊടുത്തിരിക്കുന്നത്. അത് DIG അജിത ബീഗത്തിന്റെ റിപ്പോർട്ട് അനുസരിച്ച് SP ആയ മെറിൻ ജോസഫ് IPS അവരാണ് ഇത് അന്വേഷിക്കുന്നത്. ഇത് ഇന്റേണൽ കമ്മിറ്റിയുടെ പരിധിയിൽ വരുന്ന രീതിയിൽ പോഷ് ആക്ട് പ്രകാരമാണ് ഇതിന്റെ അന്വേഷണം തുടങ്ങി വെച്ചത് എന്ന് ഞാൻ കരുതുന്നു. പ്രിവെൻഷൻ ഓഫ് സെക്ഷൽ ഹറാസ്മെന്റ് ഓഫ് വിമൻ അറ്റ് വർക്ക് പ്ലേസ് സംസ്ഥാനത്തെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും, എല്ലാ കോർപ്പറേഷനിലും, എല്ലാ സർക്കാർ ഓഫീസുകളിലും ഇതുപോലത്തെ ഇന്റേണൽ കമ്മിറ്റികളുണ്ട്. പ്രിവെൻഷൻ ഓഫ് സെക്ഷൽ ഹറാസ്മെന്റ് ഓഫ് വിമൻ അറ്റ് വർക്ക് പ്ലേസ്. അവരുടെ ജോലിസ്ഥലത്ത് അവർക്ക് സംരക്ഷണം നൽകുന്ന, ഇതുപോലെയുള്ള പ്രവർത്തികളിന് സംരക്ഷണം നൽകുന്ന ഒരു ആക്ടാണ്. 2013 ഇത് ഈ ആക്ട് നിലയിൽ വന്നു. അതനുസരിച്ച് പല മേലുദ്യോഗസ്ഥന്മാരും തങ്ങളുടെ കീഴിലുള്ള പല സ്ത്രീകളോടും മോശമായി പെരുമാറുകയും അവരുടെ ദേഹത്ത് തൊടുകയും മോശം വിചാരത്തോടെ തൊടുകയും അതോടൊപ്പം തന്നെ അവർക്ക് അയക്കുന്ന മെസ്സേജ് ചില അശ്ലീല പദങ്ങളോടുകൂടി അവരെ ഒറ്റയ്ക്ക് കാണുമ്പോൾ അവരോട് മോശമായി സംസാരിക്കുക ഉദ്യോഗസ്ഥന്മാര് ധാരാളം പേരുണ്ട്. അവർക്കെതിരായിട്ടും അങ്ങനെയുള്ളവർക്കെതിരായിട്ട് നടപടി എടുക്കാനായിട്ടാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം അനുസരിച്ചു 2013 ഈ നിയമം വന്നത്. വർക്ക് പ്ലേസിലെ ജോലി സ്ഥലത്തുണ്ടാകുന്ന ഇതുപോലെയുള്ള ലൈംഗിക ചുവയോടുള്ള സംഭാഷണം, അങ്ങനെയുള്ള പെരുമാറ്റം, അങ്ങനെയുള്ള ടച്ചിങ്, ദേഹത്ത് തൊടുക, ഇങ്ങനെയൊക്കെയുള്ള നടപടിക്ക് എതിരായി അതിനൊക്കെ എതിരായിട്ടുള്ള ശിക്ഷാ നടപടികൾ 50,000 രൂപ വരെ പിഴ, അല്ലെങ്കിൽ അവർക്ക് ഇൻക്രിമെന്റ് ബാറ്, അവരൊക്കെ ജോലിയിലെ അവർക്ക് പ്രൊമോഷൻ തടയൽ, ഇങ്ങനെയൊക്കെയുള്ള ഇന്റേണൽ ആയിട്ടുള്ള ഡിസിപ്ലിനറി നടപടികൾ എടുക്കും. ഏതായാലും പരാതി പിൻവലിക്കാൻ ഈ ലേഡി സബ് ഇൻസ്പെക്ടർമാർ രണ്ടുപേരും തയ്യാറല്ല. പരാതി കൊടുത്തിരിക്കുന്നത് സീനിയർ ആയിട്ടുള്ള ഒരു IPS ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം ജില്ലകളിലെ ദക്ഷിണ ഭാഗത്ത്, കേരളത്തിന്റെ ദക്ഷിണ ഭാഗത്തുള്ള ജില്ലകളിൽ അയാൾ SP ആയിട്ട് ഇരുന്നിരുന്നു. ആ സമയത്താണോ അറിയില്ല. ഏതായാലും സീനിയർ IPS ഓഫീസർക്ക് എതിരായിട്ടുള്ള ഒരു പരാതിയാണ് രണ്ട് ലോക്കൽ ലേഡി സബ് ഇൻസ്പെക്ടർമാർ കൊടുത്തിരിക്കുന്നത്. ഇത് പോഷ് ആക്ട് പ്രകാരമുള്ള നടപടി തുടങ്ങിക്കഴിഞ്ഞു. വളരെ സീക്രട്ടായിട്ട് നടത്തി, വെളിയിൽ ആരും ഇത് അറിഞ്ഞിരുന്നില്ല. എങ്കിലും വർക്ക് സ്ഥലത്തിലെ ചില ആൾക്കാർ അവരെ സ്ത്രീകളെ മാനസികമായി ശാരീരികമായി പീഡിപ്പിക്കാനുള്ള ശ്രമം, അവരുടെ ദേഹത്തെ പിടിച്ച് തള്ളുക, ഞൊള്ളുക, ചെറിയ അടിക്കുക, അങ്ങനെ അവർക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ സംസാരിക്കുക, അങ്ങനെ ചില പെരുമാറ്റങ്ങൾ, സംസാരങ്ങൾ, ദ്വയാർത്ഥ പ്രയോഗങ്ങൾ, ഇതെല്ലാം ഈ പോഷ് ആക്ടിന്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പം അതുകൂടാതെ അതിൽ കൂടുതൽ അന്വേഷണത്തിലെ പോഷ് ആക്ടിന്റെ ഇന്റേണൽ ആയിട്ടുള്ള ഇതുപോലെയുള്ള അന്വേഷണത്തില് അതിന്റെ ഓഫൻസ് കുറച്ച് സിവിയർ ആണ് എന്ന് തോന്നുന്നെങ്കിൽ അതിന് വീണ്ടും നടപടി റെക്കമെൻഡ് ചെയ്യാം. അത് ലോക്കൽ പോലീസിലേക്ക് റെഫർ ചെയ്യാം.
കേസെടുക്കാം. അത് IT ആക്ടിന്റെ പരിധിയിൽ വരുന്നതാണ്. 67 IT ആക്ട് ട്രാൻസ്മിറ്റ് ചെയ്യുക, മോശമായ പദങ്ങൾ ഒരു ലേഡിയുടെ കീഴുദ്യോഗസ്ഥയുടെ പേരിലേക്ക് മൊബൈലിൽ കൂടിയോ അല്ലാതെ നേരിട്ട് സംസാരിക്കുകയോ, അല്ലെന്നുണ്ടെങ്കിൽ അവരെ ഒറ്റയ്ക്ക് കാണുമ്പോൾ നേരിട്ട് സംസാരിക്കുകയോ, അല്ലെങ്കിൽ അവരെ മെസ്സേജ് ആയിട്ട് അയക്കുക, ട്രാൻസ്മിറ്റ് ചെയ്യുക, ഡിജിറ്റൽ ട്രാൻസ്മിഷൻ നടത്തിയാൽ അത് ലാസ്യവിഷ് ആയിട്ടുള്ള സെക്ഷൽ ആയിട്ടുള്ള അശ്ലീല പദത്തോടു കൂടിയുള്ള ഒരു സാധനം അതിൻ്റെ തൊണ്ടെങ്കിൽ അത് 67 IT ആക്ടിന്റെ പരിധിയിൽ കൊണ്ടുവരാം. അത് ഇന്റേണൽ ആയിട്ടുള്ള അന്വേഷണത്തിൽ അതിന് ചെറിയ തോതിലുള്ള ഒരു ഒഫൻസേ ഉള്ളൂ എങ്കിൽ ഡിപ്പാർട്ട്മെന്റ് നടപടിയിലേക്ക് പോകുന്നു. അവർക്കെതിരായിട്ട് ആ മേലുദ്യോഗസ്ഥനെതിരായിട്ട് ഡിപ്പാർട്ട്മെന്റ് എൻക്വയറി നടത്താം. അദ്ദേഹത്തിന് പേര് കുറ്റാരോപണ മെമ്മോ കൊടുത്ത് അതിന് സമാധാനം വാങ്ങിച്ച് സാക്ഷികൾ ഉപയോഗിച്ച് നിശ്ചയിച്ച് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനെ ശിക്ഷിക്കാം. 2-3 വർഷത്തെ ഇൻക്രിമെന്റ് തടയാം, ഇല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രൊമോഷൻ തടയാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് റിഡക്ഷൻ നടത്താം, അദ്ദേഹത്തിന് ഒരു സ്റ്റെപ്പ് താഴോട്ട് ഡീപ്രൊമോട്ട് ചെയ്യുക. ഇങ്ങനെയൊക്കെയുള്ള നടപടികൾ വരാം. അപ്പൊ അത് പോഷാക്ടിന്റെ പരിധിയിൽ ആണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്ന ലോക്കലിലായിട്ടുള്ള 2 ലേഡി സബ് ഇൻസ്പെക്ടർ പരാതി. അതിലേക്കുള്ള അന്വേഷണങ്ങൾ ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി അവരുടെ റെക്കമെൻഡേഷൻ എന്താണ് എന്നറിയത്തില്ല. മെറിൻ ജോസഫ് IPS ആണ് അതേപ്പറ്റി കൂടുതൽ ആ പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അവരതേപ്പറ്റി എന്താണ് റെക്കമെൻഡ് ചെയ്യുന്നതെന്ന് അറിയില്ല. ഇത് കുറച്ച് സിവിയർ നേച്ചർ ആണ് എന്ന് ഇന്ത്യയുടെ കമ്മിറ്റിക്ക് ബോധ്യമുണ്ടെങ്കിൽ, ഇന്ത്യയുടെ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന് തടസ്സമില്ല എന്നാണ്. എങ്കിൽ തന്നെ നമുക്ക് ചില കാര്യങ്ങളിലേക്ക് ഇത് വിരൽ ചൂണ്ടുന്നു. ഇതുപോലെ കാരണം ഇപ്പം ലോക്കൽ പോലീസ് സ്റ്റേഷനിലെ, അതുപോലെ സർക്കിൾ ഓഫീസിലെ, DYSP ഓഫീസിലെ, SP ഓഫീസിലേക്ക് ധാരാളം പെൺകുട്ടികളെ സബ് ഇൻസ്പെക്ടർ റോളിൽ, സർക്കിൾ ഇൻസ്പെക്ടർ റോളിലൊക്കെ എത്തിക്കഴിഞ്ഞു. അത് തന്നെ അവർക്ക് അധികാരമുള്ളവരാണ്. അവർ ലോക്കൽ പോലീസ് സ്റ്റേഷൻ വന്ന് അവർക്ക് അധികാരമുള്ളവരാണ്. മോശമായ പെരുമാറ്റം ആരുടെ ഭാഗത്തുനിന്നുണ്ടായാൽ അവർക്ക് കേസെടുക്കാം, സോമോട്ടായിട്ട് എടുക്കാം. ഇതിനൊക്കെ എല്ലാ സൗകര്യങ്ങളും ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് ഈ 2 പേര് ലേഡി ലോക്കൽ സബ് ഇൻസ്പെക്ടർമാര് അവർ ആ കേസ് പിൻവലിക്കാനോ അവർക്കുണ്ടായ മാനാഭിമാനം അതിന് പരിഹാരം ഉണ്ടാകണമെന്ന് തന്നെ കർശനമായി 2 പേരും നിൽക്കുന്നതായിട്ടാണ് മനസ്സിലാകുന്നത്. എന്തായാലും IPS ഉദ്യോഗസ്ഥന് ആരായാലും ശരി അയാളുടെ അടുത്ത പ്രൊമോഷൻ തടയാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു 50,000 രൂപ പിഴയിടാം, അല്ലെങ്കിൽ അത് ഡിപ്പാർട്ട്മെന്റിൽ എൻക്വയറി നടത്തി തെളിവ് ശേഖരിച്ചിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത ഇൻക്രിമെന്റ് തടയാം. അവർക്ക് 2 പേർക്കും അവരുടെ മെസ്സേജ് ട്രാൻസ്മിറ്റ് ചെയ്ത് വന്നതാണ്, അത് അദ്ദേഹം തന്നെ അയച്ചതാണ്, അതിന് സംശയമില്ല. ഒഫീഷ്യലായിട്ടുള്ള മെസ്സേജിന്റെ കൂടെ ആയിരിക്കാം യഥാർത്ഥ പ്രയോഗങ്ങളും അല്പസ്വല്പം ലാസ്യവിസായിട്ടുള്ള ഒരു വാക്കുകളും ഉപയോഗിച്ചത് എന്ന് എനിക്ക് തോന്നുന്നു. അതെന്തായാലും കുറ്റകരമാണ്. അടുത്ത ദിവസം നമുക്കറിയാം എന്ത് നടപടി പോലീസ് ഇക്കാര്യത്തിലെ മേലധികാരികൾ സ്വീകരിക്കുന്നു എന്ന് IPS ഉദ്യോഗസ്ഥന് എതിരായിട്ട് എന്ത് സ്വീകരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.